ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ 19-ാം തീയതി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് പ്രോത്സാഹനങ്ങൾക്ക് നന്ദിയാണ്. അതിനുശേഷം നമ്മൾ കണ്ടു പോർട്ടിൻ്റെ ബർത്തിൻ്റെ സൈഡിലെ വർക്കൊക്കെ വളരെ വേഗം സ്പീഡിൽ കഴിഞ്ഞിരിക്കുന്നു. ആ മണലെല്ലാം മാറ്റിയതെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞതായിട്ടും കാണിച്ചു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ഞാൻ ഈ ഒരു വ്യൂയിലേക്ക് വന്നത്, ഇത് ഗൂഗിളിൻ്റെ എർത്ത് മാപ്പല്ല, ഇത് ഈ പറയുന്ന സെന്റിനൽ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇതിപ്പോൾ കുറച്ച് ക്ലൗഡാണ്. ഈ ക്ലൗഡ് വരാൻ കാരണം ക്ലൗഡ് ഇല്ലാത്ത വ്യൂ ഉണ്ട്. നിങ്ങൾ ഡേറ്റ് നോക്കുക, 19/12/2023, 19-ാം തീയതി ഉള്ള അപ്ഡേഷനാണിത്. അതുകൊണ്ടാണ് ഈ ക്ലൗഡ് വരുന്നത്. പ്ലസ് ഓർ മൈനസ് ഉറപ്പായിട്ട് വേരിയേഷൻ വരും. നമുക്കെന്നാലും ഒരു ചെറിയൊരു ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ ചെറിയൊരു മെഷർമെൻറ്റിലേക്ക് എത്ര ശതമാനത്തോളം, എത്ര മീറ്റർ ബ്രേക്ക് വാട്ടർ കഴിഞ്ഞു എന്നതിലേക്ക് നമുക്ക് പോകാം. ഉണ്ടെങ്കിൽ തന്നെ ബ്രേക്ക് വാട്ടർ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ക്ലൗഡിൻ്റെ ഇതിൽ തന്നെ എടുക്കാൻ കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനാണ് നമുക്ക് വേണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ക്ലൗഡ് ഉണ്ടെങ്കിൽ എടുക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മെഷർമെൻറ്റ് തുടങ്ങാൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. മെഷർമെൻറ്റിന് എന്നെപ്പോലെ നിങ്ങൾക്കും വലിയ ക്ലിയർ ഇല്ലെങ്കിലും ചെറുതായിട്ട് കാണാൻ സാധിക്കുമെന്ന് മനസ്സിലാവും. നല്ല ക്ലിയറുള്ള വിഷ്വൽസ് ഉണ്ട്. 14-ാം തീയതിയുള്ള വിഷ്വൽസിൽ കുറച്ചുകൂടി ക്ലിയറാണ്. പക്ഷേ 14 എന്ന് പറയുമ്പോൾ കുറച്ച് ഡേറ്റ് ബാക്കിലോട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേഷനിലേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം എത്ര മീറ്ററാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ബ്രേക്ക് വാട്ടർ എത്ര കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് വേരിയേഷൻ വരും കേട്ടോ. അത് പെർഫെക്റ്റും കൺഫേം എന്ന് ഞാൻ പറയണില്ല. പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ ഉറപ്പായിട്ട് കാണും. വലിയ വേരിയേഷൻ കാണില്ലെങ്കിലും വേരിയേഷൻ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പുറമേ നമ്മൾ കാണുന്നത് 2450 മീറ്ററാണ്. 2400 മീറ്റർ എപ്പോഴും നമ്മൾ കഴിഞ്ഞെന്ന് പറഞ്ഞു. 2450 മീറ്ററാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു 50 മീറ്ററോട് കൂടുതലായിരിക്കും. 2450 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2500 ആവാൻ ചാൻസ് ഉണ്ട്. വേരിയേഷൻ ഉറപ്പായിട്ട് വരും. ഇത് നമ്മൾ പുറമേ കാണുന്നത്, അതായത് മൊത്തത്തിൽ ആ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാമല്ലോ. നമ്മുടെ സീ ലെവലിൽ നിന്നും മിനിമം കുറച്ച് ഹൈറ്റായിട്ട് നമ്മൾ കാണുന്ന വ്യൂ ആണ് നമ്മൾ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നത്. അപ്പോൾ അതുവരെയുള്ളതാണ് 2450 മീറ്റർ എന്നുള്ളത്. പ്ലസ് ഓർ മൈനസ് മൈനസോട്ട് പോയില്ലെങ്കിലും വേരിയേഷൻ ഉറപ്പായിട്ട് ഇതിൽ വരും. കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. ഇനി നമുക്കറിയേണ്ടത് കടലിൻ്റെ അടിയിൽ, അതായത് കുറച്ച് ഭാഗം തീർന്നു കാണുമല്ലോ, ഒക്കെ 20 മീറ്റർ, 18 മുതൽ 20-22 മീറ്ററോളമാണ് ഡെപ്ത് ഉള്ളത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്, നാച്ചുറൽ ഡെപ്ത്. അപ്പോൾ അത്രത്തോളം ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്ത് വരണം. അത് അടിക്കുകയാണ് വരണം. അതിനായിട്ട് കുറേ ഡിപ്പെൻഡിങ് ഫാക്ടറുണ്ട്. അത് പണി സ്ലോ ആവാൻ കാരണം, സ്ലോ ഒന്നല്ല ഞാൻ പറയുന്നത്, എളുപ്പം അടുക്കാൻ പറ്റില്ല. കാരണം തിരമാലയുടെ ശക്തി, മഴ, പിന്നെ പല പല കാരണങ്ങൾ കൊണ്ടും വളരെ പതുക്കെ മാത്രമേ ഇതിങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ലോറികളിലും സ്പ്ലിറ്റ് ബാർജിലും എഞ്ചിൻലെസ് ബാർജിലൊക്കെ തരംതിരിച്ച് കല്ല് കൊണ്ടുപോയിട്ട് അവിടെ ഇടുന്ന വീഡിയോ ഒക്കെ നമ്മൾ മിക്ക വീഡിയോയിലും, ഞാൻ തന്നെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈസി ആയിട്ടുള്ള ജോലിയല്ല നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണം എന്നുള്ളത്. അതിപ്പം നമ്മളെല്ലാ പോർട്ടിലെടുത്ത് നോക്കിയാലും ഇത്തിരി പാടുള്ള ജോലി തന്നെയാണ് ബ്രേക്ക് വാട്ടർ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് വാട്ടർ പാട് തന്നെയായിരിക്കും. കാരണം ഇത്രയും ഡെപ്ത് ഉള്ള കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് ഇത്തിരി പാട് തന്നെയായിരിക്കും. കാരണം 20 മീറ്റർ 22 മീറ്റർ കല്ലുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ലെവൽ ചെയ്ത് വന്ന് അത് ഇത്തിരി പാടുള്ള കേസ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെ ഇത്രയും സ്പീഡിൽ തന്നെ ഡേ നൈറ്റ് വർക്ക് നടക്കുന്ന കാരണം നമുക്ക് ഇത്രയും സ്പീഡിൽ തന്നെ പോകാൻ സാധിച്ചു. നമുക്ക് മെയ് മാസം മുമ്പ് ഉറപ്പായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ പണി കംപ്ലീറ്റ് ആവും എന്നാണ് വിശ്വസിക്കുന്നതല്ല, കൺഫേം ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയിട്ട് കുറച്ച് ക്ലിയർ പിക്ചർ വ്യൂയിലേക്ക് വരാം. നമുക്കിതിപ്പോൾ ഡേറ്റ് ഞാൻ ഇന്ന് മാറ്റാം. 14-ലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ക്ലിയർ ഉണ്ടോ. ഇത് കുറച്ച് നല്ല ക്ലിയർ ഉള്ള വ്യൂ ആണ്. ബ്രേക്ക് വാട്ടർ എക്സ്റ്റൻഷൻ്റെ എൻഡ് പോർഷനിൽ, നമ്മൾ ഈ കാണുന്ന ഈ എൻഡ് പോർഷനിൽ ഇവിടെ കുറച്ച് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കാണുന്നുണ്ട് കേട്ടോ. അതായത് ബാക്കിയുള്ളതെല്ലാം ഡാർക്ക് ബ്ലൂ ആണെങ്കിലും, ഡാർക്ക് ബ്ലൂ എനിക്ക് തോന്നുന്നു കടലിൻ്റെ ഡെപ്തിനെ തന്നെ സൂചിപ്പിക്കുകയാണ് ഡാർക്ക് ബ്ലൂ. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ഡെപ്ത് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും കടലിൻ്റെ അടിയിൽ കല്ലിട്ട് വരുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ കവർ ചെയ്ത് വരുന്നു എന്ന് തന്നെയായിരിക്കും എൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോർഷനിൽ എത്ര മീറ്ററോളം കടലിൻ്റെ അടിയിൽ കഴിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ഇത്രയും പോർഷനാണ് ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളത്. നമ്മൾ ഇപ്പുറത്ത് കാണുന്ന ചെറിയൊരു ഈ വൈറ്റ് പോർഷൻ, ഈ ബ്രേക്ക് വാട്ടറിൻ്റെ പോലെ വൈറ്റ് പോർഷൻ എന്ന് വെച്ചാൽ പൊസിഷൻ ബാർജിനാണ്. ഒരു 83 മീറ്ററാണ് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ 100 മീറ്റർ ആയി കാണും. 83 മീറ്ററോളമാണ് കടലിൻ്റെ അടിയിൽ കഴിഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മിനിമം 2400 എന്നുള്ള 2500 അത് 2600 മീറ്ററോളം വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആവും. നമുക്ക് വേണ്ടുന്നത് 2960 മീറ്ററാണ് നമുക്ക് ബ്രേക്ക് വാട്ടർ വേണ്ടത്. അപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ പണി വളരെ വേഗം തന്നെ പൂർത്തിയാകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ഡെപ്തിലുള്ള ബ്രേക്ക് വാട്ടർ സ്ട്രക്ചർ ചെയ്ത് കയറാൻ അധികം താമസമൊന്നും എടുക്കുന്നില്ല. കാരണം ഇത്രയും ഡേ നൈറ്റ് വർക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് എല്ലാവരുടെയും ഒരു സംശയമാണ്, നമ്മൾ ഈ ഒരു പോർഷൻ, അതായത് ബെർത്ത് മുതൽ ഈ ബ്രേക്ക് വാട്ടർ വരെയുള്ള ലെന്ത്, നമ്മളതിൻ്റെ ലെന്ത് വേറൊരു ഈ പറഞ്ഞ ഗൂഗിൾ എർത്ത് വഴി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം എത്രയാണ് ലെന്ത് ഉള്ളതെന്നുള്ളത്. 954 മീറ്ററാണ്. പിന്നെ ഈ ബെർത്ത് മുതൽ ബ്രേക്ക് വാട്ടറിൻ്റെ ഈ പോർഷൻ വരെയുള്ള ലെന്ത്. അങ്ങനെ പറയാൻ കാരണം അന്ന് നമുക്ക് ഷെൻഹുവ 29 വളരെ ഈസി ആയിട്ടാണ് ഇവിടെ നിന്ന് വളഞ്ഞു പോയത്. ഉണ്ടോ, 24ഉം 29ഉം ഇവിടെ നിന്നാണ് വളഞ്ഞു പോയത്. അപ്പോൾ ഏതാണ്ട് 244 മീറ്ററുള്ള കപ്പൽ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും എത്രയാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത്. 954 മീറ്ററാണ്. 1 കിലോമീറ്ററിൻ്റെ അടുത്ത്, 1 കിലോമീറ്റർ തന്നെ കാണും. ചെറിയൊരു വേരിയേഷൻ ഞാൻ പറഞ്ഞില്ലേ, വരുമെന്ന് പറഞ്ഞില്ലേ, അത് 1 കിലോമീറ്റർ തന്നെ കാണും. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് നമുക്ക് ബെർത്തിൻ്റെ ഒരു മെഷർമെൻറ്റിലൂടെ പോകാം. ബെർത്തിൻ്റെ പണികൾ വളരെ അധികം പൂർത്തിയാക്കിയ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചെറിയൊരു മെഷർമെൻറ്റിലേക്ക് കൂടി പോകാം. എൻ്റെ പോർഷനിൽ ഇവിടം വരെയാണ് ബെർത്തിൻ്റെ പണി. അതായത് 800 മീറ്റർ ബെർത്തിൻ്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമുക്ക് 800 മീറ്ററാണ് ഫസ്റ്റ് ലെവലിൽ പൂർത്തിയാക്കേണ്ടത്. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എത്രത്തോളം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞു ബെർത്തിൻ്റെ 100% കൺഫർമേഷനായ, അതായത് 100% കൺഫേം വെച്ച് 100% വർക്ക് കംപ്ലീറ്റ് ആയ പോർഷൻ ഏതുവരെയാണ് നമുക്കിത് നമുക്ക് നോക്കാം. നമ്മളിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എൻ്റെ പോർഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഇതുവരെ ഏതാണ്ട് ഒരു 326 മീറ്റർ ഉണ്ടോ. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്ത്, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് 326 മീറ്ററോളം ഫുൾ കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നു ബെർത്തിൻ്റെ. ഇതിൽ വ്യത്യാസം വരാം കേട്ടോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നതല്ല, ചിലപ്പോൾ വ്യത്യാസം വരായിരിക്കും, കൂടുതൽ തന്നെ ആയിരിക്കും. 326 മീറ്റർ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ 326 മീറ്ററോളം പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതായത് 800 മീറ്റർ ഫസ്റ്റ് സ്റ്റേജിൽ ഉറപ്പായിട്ട് കഴിയും. കാരണം സ്ലാബുകളൊക്കെ കൊണ്ടുപോകും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കോൺക്രീറ്റ് വർക്ക് ഡേ നൈറ്റ് ആയ കാരണം വളരെ ഈസി ആയിട്ട് 800 മീറ്ററിൽ എത്തിക്കാൻ സാധിക്കും. അടുത്തറിയേണ്ടത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിൻ്റെ കപ്പലുകളുടെ കറണ്ട് പൊസിഷനാണ്. നമുക്ക് ആദ്യമായി അറിയേണ്ടത് ഷെൻഹുവ 15ൻ്റെ കറണ്ട് സ്റ്റാറ്റസാണ്. നമ്മളീ കാണുന്ന സ്പീഡൊക്കെ അത് എഴുതി കാണിക്കുന്നുണ്ട്. 12.5 നോട്ടിക്കൽ സ്പീഡാണ് ഷിപ്പിന് കറണ്ടായിട്ടുള്ളത്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം തന്നെയാണ്. എക്സ്പെക്റ്റിംഗ് ഫോർ അറൈവൽ ടൈം 30/12/2023 1:30 PM തന്നെയാണ്. 30-ാം തീയതിക്ക് മുന്നേ തന്നെ വിഴിഞ്ഞത്ത് ഈ ഷിപ്പ് എത്തും. കാരണം നമ്മൾ ഇത്രയും ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് ആ സ്പീഡെങ്കിലും വെച്ച് അതിന് മുന്നേ തന്നെ എത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്ന 21/12/2023 11:05 AM ഷെൻഹുവ 15ൻ്റെ ഇൻഫോം റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സിംഗപ്പൂർ എത്താറായി. ഇനി സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെ ഒരു മലാക്ക കടലിടുക്ക് വഴി ആൻഡമാൻ നിക്കോബാർ സീ വഴി ബേ ഓഫ് ബംഗാളിൽ കയറി അവിടെ നിന്ന് നമ്മുടെ കൊളംബോ പോർട്ടിൻ്റെ സൈഡിൽ കൂടി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തെത്തും. നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുന്നതായിരിക്കും ഷെൻഹുവ 15. അതുപോലെ തന്നെ നമുക്ക് ഷെൻഹുവ സീരീസിൻ്റെ ഷെൻഹുവ 29 എന്ന് പറയുന്ന ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഇവിടെ നോക്കണം. നമ്മുടെ വിഴിഞ്ഞത്തേക്ക് ക്രെയിനുമായി വന്നു പോകുന്ന കപ്പലാണ്. ഡെസ്റ്റിനേഷൻ ഷാങ്ഹായ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. സ്പീഡ് വളരെ കുറവ് തന്നെ. ഇന്നലെ 9 ആയിരുന്നെങ്കിൽ ഇന്ന് 8 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. കാരണം അടുത്ത പ്രോജക്റ്റിന് വേണ്ടി പോവുകയായിരിക്കും ഷിപ്പ്. അപ്പോൾ വെയിറ്റിംഗ് ആയ കാരണം പതുക്കെ പോവുകയായിരിക്കും ചാൻസ് വളരെ കൂടുതൽ. ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്തി നിൽക്കുന്നത് തായ്വാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പോവുകയാണ് നമ്മുടെ ഷെൻഹുവ 29. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് ഷെൻഹുവ 24ൻ്റെ അവസ്ഥ എന്താണെന്നാണ്. അതും വിഴിഞ്ഞം പോർട്ടിലേക്ക് ക്രെയിനുമായി വന്ന് തിരിച്ചു പോകുന്ന ഷിപ്പാണ്. ഷിപ്പ് വളരെ സ്പീഡ് കുറവാണ്. 4 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ് ഷിപ്പ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു അടുത്ത പ്രൊജക്റ്റിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സമയത്തിന് അവർക്ക് എത്തിയാൽ മതി. അതുകൊണ്ടായിരിക്കും സ്പീഡ് കുറച്ചിട്ട് പോകുന്നത്. തായ്വാനാണ്.
തായ്വാൻ കഴിഞ്ഞിരിക്കുന്നു ഷെൻഹുവ 24. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന കപ്പൽ സീരീസുകളുടെ ഷെൻഹുവ സീരീസുകളുടെ കപ്പലുകളുടെ കറണ്ട് സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലി മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.